നിസ്കാരത്തിലെ വാജിബാത്തുകൾ, നിസ്കാരത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് വാജിബാത്തുകൾ. അവ നിർവഹിക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിലെ വാജിബുകൾ ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവും. ഒരാൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ബോധപൂർവം പറഞ്ഞില്ല, നിസ്കാരം അതോടുകൂടി ബാത്തിലായി, നിസ്കാരം മടക്കണം. ഒരാൾ നിസ്കാരത്തിലെ വാജിബുകൾ മറന്നാൽ എന്തു ചെയ്യണം? നിസ്കാരത്തിൽ ഒരാൾ വാജിബ് മറന്നുപോയി, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞില്ല, എന്ത് ചെയ്യണം? അഹ്സൻതും, സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. ആ റക്അത്ത് ഒന്നാകെ മടക്കേണ്ടത്. അതാണ് റുക്നും വാജിബും തമ്മിലുള്ള വ്യത്യാസം. റുക്ന് ഒരാൾ മറന്നു കഴിഞ്ഞാൽ ആ റക്അത്ത് ഒന്നാകെ മടക്കണം, അല്ലെങ്കിൽ നിസ്കാരം മടക്കണം. റക്അത്ത് മടക്കുകയാണ് എങ്കിൽ അതിനോടൊപ്പം അയാൾ സുജൂദ്, സഹ്വിന്റെ സുജൂദ്, മറവിയുടെ സുജൂദ് നിർവഹിക്കുകയും വേണം. എന്നാൽ വാജിബാത്തുകൾ, നിർബന്ധമായ കാര്യങ്ങൾ, അവ ഒരാൾ മറന്നാൽ എന്തു ചെയ്യേണ്ടതില്ല? നിസ്കാരം ഒന്നാകെ മടക്കേണ്ടതില്ല, മറിച്ച് സഹ്വിന്റെ സുജൂദ് മാത്രം ചെയ്താൽ മതി. ചില ആളുകൾ ചോദിച്ചേക്കാം, അപ്പോൾ റുക്ന് വാജിബല്ലേ? റുക്ന് വാജിബാണോ സുന്നത്താണോ? വാജിബാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വാജിബ് റുക്ന് എന്ന്, നിസ്കാരത്തിൻ്റെ റുക്ന് വാജിബ് എന്നത് പ്രത്യേക പദങ്ങളാണ്. ഉദാഹരണത്തിന് ചില ആളുകൾ പറയും, ചോദിക്കും, ഷിർക്ക് ഹറാമാണോ അല്ലേ? അതെ, ഷിർക്ക് ഹറാമാണ്. വ്യഭിചാരം ഹറാമാണോ അല്ലേ? ഹറാമാണ്. പക്ഷേ ഒന്ന് മറ്റൊന്നിനേക്കാൾ ഹറാമാണ്. ഷിർക്ക് വ്യഭിചാരത്തെക്കാൾ വലിയ ഹറാമാണ്. അതുപോലെ റുക്നും ഷർത്തും ഇവിടെ പറയുന്ന വാജിബിനേക്കാൾ കൂടുതൽ വാജിബാണ്, കൂടുതൽ ഗൗരവമുള്ളതാണ്.